ഇസ്ലാമിനൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിന്റെ സുപ്രധാനമായ 3 പ്രത്യേകതകളിലൊന്നാണ് കമാൽ. ഈ ദീൻ സമ്പൂർണ്ണമാണ് എന്നത്. ഇതിൽ യാതൊന്നും ഇനി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഒന്നും തന്നെ ഒഴിവാക്കേണ്ടതുമില്ല. രണ്ടാമത്തെ പ്രത്യേകതയാണ് അൽ ഉമൂം. ഈ ദീൻ സകലർക്കും ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിനു ശേഷമുള്ള സകല മനുഷ്യർക്കും ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏതൊരു ഇസ്ലാമുമായി നിയോഗിച്ചുവോ അത് സ്വീകരിക്കുക എന്നത്. ഒരാളും ആ ബാധ്യതയിൽ നിന്ന് പുറത്തല്ല. എനിക്കത് ബാധകമല്ല എന്ന് ഒരാൾക്കും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറയുകയാണ്, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ നബിയെ, ഓ മനുഷ്യരെ, ഞാൻ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അല്ലാഹുവിന്റെ റസൂലാണ്. ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഞാൻ നിയോഗിക്കപ്പെടുകയും എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് ഞാൻ ഏതൊരു ദീനുമായി നിയോഗിക്കപ്പെട്ടുവോ ആ ദീൻ സ്വീകരിക്കാതെ ഒരുവൻ മരിച്ചു പോവുകയും ചെയ്താൽ അവൻ യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളുടെ കൂട്ടത്തിനാണ്. അവന്റെ സങ്കേതം നരകമാണ്. സുബ്ഹാനല്ലാഹ്. മുൻപ് കിതാബ് നൽകപ്പെട്ട പല നബിമാരെയും അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ആ നബിയെ പിൻപറ്റുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ഈ ദീനിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നത്. ഒരാൾക്കും എനിക്ക് ഈ ദീൻ ബാധകമല്ല എന്ന് പറയാൻ പാടില്ല. പോകട്ടെ, എനിക്ക് ബാധകമാണ്. എന്നാൽ ഇന്ന് ഔലിയപ്പാപ്പക്ക് ഈ ദീൻ ബാധകമല്ല. മൂപ്പർക്ക് പ്രത്യേകമായ വേറൊരു തരീഖത്തുണ്ട്. ശരീഅത്ത് നമുക്ക് മാത്രമാണ് ബാധകം. അദ്ദേഹം ശരീഅത്തിന്റെ അകക്കാമ്പ് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് മൂപ്പർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. മൂപ്പര് റമദാൻ മാസം പരസ്യമായി വീടി വിളിക്കും, അത് ചോദിക്കാൻ പാടില്ല. മൂപ്പർക്ക് വേറെ ദീനാണ് എന്നൊരാൾ വേറെ ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ, വേറെ ഒരാളെ കുറിച്ച് വിശ്വസിക്കുകയാണ് ഇവൻ ദീൻ പാലിക്കുന്നവനാണ് എങ്കിൽ പോലും അങ്ങനെ വിശ്വസിച്ചാൽ അതുവഴി ഒരുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ദീനിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ബഖാ. ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നത്. ഇസ്ലാം അതൊരിക്കലും തകർന്നു പോവുകയില്ല. ഇസ്ലാം ഇല്ലാതായോ ഉടനെ അന്ത്യദിനം സംഭവിക്കുകയായി. ഈ ദീനിന്റെ 3 പ്രത്യേകതകൾ പഠിച്ചു വെക്കൂ സഹോദരങ്ങളെ. ഒന്ന് കമാലാണ്, ഇത് സമ്പൂർണ്ണമാണ്. ഇതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, ഇതിലൊന്നും ഒഴിവാക്കാനും പാടില്ല. രണ്ടാമത്തേത് ഇത് എല്ലാവർക്കും ബാധകമാണ്, ഉമൂം. ഇത് എല്ലാവർക്കും ബാധകമാണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് ബഖാ. ഇത് നിലനിൽക്കും, എന്നും നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം സത്യത്തിനുമേൽ അടിയുറച്ച് തന്നെ നിലകൊള്ളും. അവരെ കൈവിട്ടവർക്കോ അവരോട് എതിരിട്ടവർക്കോ അവരെ ഉപദ്രവിക്കുക സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ അവർ അതേ അവസ്ഥയിൽ നിലകൊള്ളും. അന്ത്യനാൾ അത് അടുത്താൽ ലോകത്തുള്ള ഈ ആളുകൾ കൂടി നശിച്ചു പോയാൽ, ഈമാനുള്ള എല്ലാവരും മരിച്ചു പോയാൽ ഉടനെ പിന്നെ ഖിയാമത്ത് സംഭവിക്കുകയായി.